നല്ലൊരു കേക്ക്, അടിപൊളി കേക്ക് ഉണ്ടാക്കാം. റെഡിയാക്കി വെച്ചാൽ തുറക്കാം. ഹായ് ഗൈസ്, നമുക്കിന്നൊരു ക്യാരറ്റും ഈന്തപ്പഴവും ഒക്കെ ഇട്ട് നമുക്കൊരു നല്ലൊരു കേക്ക്, അടിപൊളി കേക്ക് ഉണ്ടാക്കാം. നമുക്ക് 2 ക്യാരറ്റ് എടുത്തൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. 100 ഗ്രാം ഈന്തപ്പഴം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് പഞ്ചസാര നമുക്ക് എടുത്തൊന്ന് കാരമലൈസ് ചെയ്യാം. അത് കുറച്ച് കട്ടയായി വരുമ്പോൾ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത ഈന്തപ്പഴവും ക്യാരറ്റും കൂടി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് കുറച്ചേരൊന്ന് വേവിച്ചെടുക്കാം. നമുക്കത് മാറ്റി വെക്കാം. നമ്മൾ ആ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ആവാനായിട്ട് 2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്ത് മെല്ലെ അടിച്ചെടുക്കാം. ഇത് നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കുറേശ്ശെ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ച ക്യാരറ്റും ഈന്തപ്പഴവും നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് 2-3 തുള്ളി വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. 1 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കാഷ്നട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടി കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ മിക്സ് നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അടിയിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവാം. നമുക്കതൊന്ന് പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ഈന്തപ്പഴവും പിന്നെ വെച്ച് കൊടുക്കാം. നമ്മൾ കേക്കിൻ്റെ മിക്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് 5 മിനിറ്റ് നമ്മുടെ പാനോടെ സെറ്റ് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഒരു ഇഡ്ഡലി ചെമ്പ് എടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ബൗൾ അതിനകത്തേക്ക് ഇറക്കി വെക്കാം. 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ കേക്ക്.